പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഡിസംബർ 6-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കണ്ണിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി? അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈശോ കൈകാര്യം ചെയ്ത സബ്ജക്റ്റാണ് കളകൾ. മത്തായിയുടെ സുവിശേഷം 13:27 എടുത്തേ. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. എൻ്റെ മക്കളെ, ഞാൻ ഇത് പറയാൻ കാര്യം അറിയോ? ഞാൻ പലപ്പോഴും ഈ വിഷയം ധ്യാനിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ പരിശുദ്ധാത്മ പറയണതേ, ഞാനൊരു സൂചന തന്നായിരുന്നു ഇതേ പങ്ക്തിയിൽ. പരിശുദ്ധാത്മ പറയണതേ 2 തരം കളകളുണ്ടെന്നാണ് പറയണത്. ഒന്നിങ്ങനെ പുറമേ നിന്ന് കൊണ്ടുവന്ന് വിതച്ചിട്ട് പോയി കളഞ്ഞെന്ന് പറയത്തില്ലേ? രണ്ടാമത്തെ കള ആ മണ്ണിൽ തന്നെ തന്നെത്താൻ കിളുത്തു വരുന്ന സംഭവമുണ്ട്. നമുക്കറിയാമല്ല, എത്ര ഉണങ്ങി ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളൊക്കെ വളരെ ഉണങ്ങി കിടക്കണ പറമ്പാണെങ്കിലും മഴ വന്നു കഴിയുമ്പോൾ 100,000 ചെടികൾ മുളച്ചവനെ കാണാം. വേര് പൊട്ടിയൊക്കെ മുളച്ചും അതിൻ്റെ തരി വീണ് അരി വീണൊക്കെ മുളക്കും. അപ്പം ഈ അകത്തുനിന്ന് മുളച്ചു വരും, ആ മണ്ണിൽ തന്നെ ആരും കൊണ്ടൊന്നും പാകാതെ തന്നെത്താൻ മുളച്ചു വരുന്ന. പണ്ടേ അവിടെ കിടന്നിരുന്നതാണ്. അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ആ കള അകത്തുനിന്ന് ആരും കൊണ്ടൊന്നും പാകാതെ അകത്തുനിന്ന് മുളച്ചു വരും. ഈ അകത്തുനിന്ന് മുളച്ചു വന്നാലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാകി പിടിപ്പിച്ചാലും വിള നശിപ്പിച്ച് കളയും. അത് കളയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണേ, അകത്തുനിന്ന് വരുന്ന കളകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാനത് കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി വിചാരിച്ചു. ഞാനീ പറയണത് സാക്ഷ്യം പറയാൻ ഒരിക്കലും വൈകരുത്. എന്താ കാര്യത്തെ കളകൾ വളരും അകത്തുനിന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ 7 വർഷമായിട്ട് അവർക്ക് മക്കളില്ല, മക്കളെ കിട്ടത്തില്ല എന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. മരുന്ന് കഴിക്കണില്ലേ. പക്ഷെ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റ പ്രസവത്തിൽ 1 മാസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടി. അവരിപ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ കളകൾ പണ്ടിതുപോലെ ഈ നമ്മുടെ ഇടത്തുവായിന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ എടുത്തു തുടങ്ങിക്കാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഞാൻ അവരെ എടുത്തു തുടങ്ങിക്കാൻ വന്ന് കുഞ്ഞിനങ്ങളാണ്. അപ്പം ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ? പറഞ്ഞത് ഞങ്ങൾ വരുവച്ചാന്ന് പറയും, ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ സംഭവം?
അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ളതല്ല, അവ ദൈവത്തിന് കൊടുത്തില്ല. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കളകൾ ഉള്ളിൽ നിന്ന് വളരാൻ തുടങ്ങും. എന്താണ്? അല്ലെങ്കിലും എനിക്ക് PSC എനിക്ക് ജോലി കിട്ടിയേനം, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കിട്ടിയേനം, അല്ല മറ്റവർക്ക് കിട്ടിയേനെ, കൂട്ടുകാർക്ക് കിട്ടിയല്ല, അവിടെ കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഉടനെ ദൈവത്തിന് കൊടുക്കാനുള്ള എടുത്തിട്ട് നീ സ്വയമായിട്ടത് നിൻ്റെ കഴിവിലാക്കി മാറ്റും. മക്കളുണ്ടാകണ കാര്യം അതുപോലെ തന്നെയാണ്. സ്ഥലം വിൽക്കണ കാര്യം അങ്ങനെയാണ്. താമസിക്കും തോറും ഉള്ളിൽ കള വളരാൻ തുടങ്ങും. എന്താണ്? മക്കളല്ലെങ്കിൽ കിട്ടിയേനും. അപ്പോൾ ഡോക്ടർമാർ പറയും ഇതൊക്കെ ഇങ്ങനെ അവർ ഇംഗ്ലീഷ് ടെക്നിക്കൽ വാർഡൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. അതായത് വെറുതെ കുറേ നാൾ ഗർഭപാത്രം മക്കളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാകാൻ അപ്പോൾ പ്രതിഭാസത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അത് ശത്രു കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിതക്കും. ദൈവകാരികൾക്ക് ഇങ്ങനെ കൊടുത്തത്, പക്ഷെ ആരെങ്കിലും വന്നിട്ട് അത് അവർക്ക് അങ്ങനെ കിട്ടിയ, ഇവർക്ക് ഇങ്ങനെ കിട്ടിയത്, മറ്റവർക്ക് ഇങ്ങനെ കിട്ടിയത് പറഞ്ഞുകൊണ്ട് കളകൾ പറിച്ചു. ഇതിനകത്ത് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടിയതായിരിക്കും എന്ന് തോന്നും. അപ്പം കള അകത്തുനിന്ന് വളരണം. എപ്പോഴും ഒരിക്കലും ശ്രദ്ധിച്ചേക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. റോമ 1:21 എടുത്തേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നതിന് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും. എന്താണ് സാക്ഷ്യം പറയാതിരുന്നുള്ള കുഴപ്പം? അതാ, കുറച്ച് കഴിയുമ്പോൾ സ്വന്തം ക്രെഡിറ്റാണെന്ന് വിചാരിക്കുന്നത്. അതാണ് ഉള്ളിൽ നിന്ന് വളരുന്ന കള. അതുകൊണ്ട് ഏറ്റവും നല്ലത് ദൈവാനുഗ്രഹം കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കണം, അല്ലെങ്കിൽ അത് കടമായിട്ട് മാറും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് 10 മനുഷ്യരോട് നീ പറയണം. ഉടമ്പടി എടുത്താണെങ്കിൽ നീ കൃപാസനം അൾത്താരോ എന്ന് പറയണം. അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റു മനുഷ്യർ പറയണം. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാര്യം ഈ മഹത്വപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റുപറച്ചിലാണ് വരണത്, അല്ലാതെ സ്വയംകൃത ചരിത്രമില്ല അതിൻ്റെ അകത്ത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ഞാൻ ഏറ്റുപറയും. അപ്പോൾ നമുക്കൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അത് നമ്മൾ ഏറ്റുപറയണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ റോമ 4:20 അനുസരിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ വളരും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.